സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം നിങ്ങളും ഞാനുമൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നു, കേൾക്കുന്നു. സിനിമാ കോൺക്ലേവിലെ ശ്രീമതി പുഷ്പവതിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയൊരു വിവാദം അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. ഇപ്പോൾ ഇവിടെ പറയേണ്ടത്, ഇപ്പോൾ കഥകളിയെ ആസ്വദിക്കണമെങ്കിൽ അതിൻ്റെ ഇളകിയാട്ടവും ആ മുദ്രകളെക്കുറിച്ചും ആ കലയെക്കുറിച്ചും ഒരു അടിസ്ഥാന ബോധം നമുക്ക് വേണം. എങ്കിൽ മാത്രമേ കഥകളി ആസ്വാദനക്ഷമം ആകുകയുള്ളൂ. അപ്പോൾ അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ശ്രീ കാവാലം നാരായണ പണിക്കരുടെ അമേച്ചർ നാടകങ്ങൾ ആസ്വദിക്കണമെങ്കിലും ഒരു ആസ്വാദകന് അതിൻ്റേതായ ചിട്ടവട്ടങ്ങളെക്കുറിച്ചുള്ള ആസ്വാദന പരിചയം കൂടിയേ തീരും. ഇപ്പോൾ സാധാരണ പ്രൊഫഷണൽ നാടകങ്ങൾ ഏതൊരു ആസ്വാദകനും പെട്ടെന്ന് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ നല്ല സിനിമ ആസ്വദിക്കണമെങ്കിൽ ആസ്വാദന പരിചയം അല്ലെങ്കിൽ പരിശീലനം ആവശ്യം തന്നെയാണ്. എങ്ങനെ പരിശീലനം നേടാമെന്ന് വെച്ചാൽ, നല്ല സിനിമകൾ നിരന്തരം കാണുന്നതിലൂടെ മാത്രമേ ആ പരിശീലനം നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇപ്പോൾ അമേച്ചർ നാടകവും പ്രൊഫഷണൽ നാടകവും പോലെ നല്ല സിനിമയും എല്ലാവർക്കും മനസ്സിലാകുന്ന കച്ചവട താല്പര്യം മുൻനിർത്തി എടുക്കുന്ന സിനിമകളുമുണ്ട്. അപ്പോൾ കലാസിനിമകൾക്ക് കച്ചവട താല്പര്യമില്ലേ എന്ന് ചോദിക്കാം. ഇപ്പോൾ ഏത് സംവിധായകനും തൻ്റെ ചിത്രത്തിന് മുടക്കിയ മുതൽ തിരിച്ച് കിട്ടണമെന്ന ആഗ്രഹമുണ്ടാവും, അത് തീർച്ചയാണ്. പക്ഷേ അതിന് അംഗീകാരങ്ങൾ ധാരാളം ലഭിക്കുന്നു. ഇതിലൂടെ സാമ്പത്തികമായി ഒരു നേട്ടമുണ്ടാകും. പോരാഞ്ഞ് സിനിമ എന്തെന്നറിയാവുന്ന ആസ്വാദകരുടെ അംഗീകാരം ലഭിക്കുന്നു. ഇതാണ് ആ സിനിമാ പ്രവർത്തകന് ലഭിക്കുന്ന ഒരു നിർവൃതി അല്ലെങ്കിൽ ഫീഡ്ബാക്ക്. അപ്പോൾ ഇവിടെ മറ്റൊന്ന്, ഇത്രയും കാലം ശ്രീ അടൂര് നമ്മുടെ ആസ്വാദകരുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു. കാര്യങ്ങളൊക്കെ പ്രേക്ഷകൻ അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ അറിയുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ സമുദായം എന്ത് എന്ന് ഈ പറയുന്ന ഞാൻ പോലും ഈ പുഷ്പവതി അടൂർ തമ്മിലുള്ള ഈ വിവാദത്തിന് ശേഷമാണ്. ശ്രീ അടൂർ ഉണ്ണിത്താൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളാണെന്ന് ഈ വൈകിയ വേളയിലാണ്, അദ്ദേഹത്തിന് 80 വയസ്സാകുന്ന വേളയിലാണ്, 80 കഴിഞ്ഞ വേളയിലാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണ ചലച്ചിത്ര പ്രേമികൾ പോലും മനസ്സിലാക്കുന്നത്. അതൊരു വിരോധാഭാസമാണ്. ഏതായാലും നല്ല സിനിമയെ ആസ്വദിക്കാൻ പരിശീലനം കൂടിയേ തീരും. ഏതായാലും പുഷ്പവതിയുടെ കലാപ്രവർത്തനങ്ങളെയും അംഗീകരിച്ചേ പറ്റൂ. അതിൻ്റെ അംഗീകാരം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും വൈകിയ വേളയിൽ അടൂരാരാണ്, അദ്ദേഹത്തിൻ്റെ സമുദായം എന്തെന്ന് സമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.